80 മുതൽ 90% നടുവേദനയും മെക്കാനിക്കൽ കോസ് കൊണ്ട് സംഭവിക്കുന്നതാണ്. അതായത് ഒരേ പോസ്റ്ററിൽ ഒരുപാട് സമയം ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ തുടങ്ങിയവയുടെ അമിതമായിട്ടുള്ള ഉപയോഗം, വെയിറ്റ് ലിഫ്റ്റിംഗ് തുടങ്ങിയവ ഡിസ്ക് ബൾജിങ്ങിനും കൂടാതെ സ്പൈനൽ കനാൽ നാരോയിങ്ങിനും കാരണമാവുകയും ഇത് നടുവേദനയിലോട്ട് ലീഡ് ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, നടുവിനുണ്ടാകുന്ന നീർക്കെട്ടാണ്. ആങ്കിലോസിംഗ് സ്പോണ്ടലൈറ്റിസ് അല്ലെങ്കിൽ സാർക്കോഇലിയൈറ്റിസ് തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ നടുവേദനയ്ക്ക് കാരണമാകാറുണ്ട്. ഇത്തരം പ്രശ്നമുള്ളവരിൽ മോർണിംഗ് സ്റ്റിഫ്നെസ് കാണിക്കാറുണ്ട്. അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തീവ്രമായിട്ടുള്ള വേദനയും പതുക്കെ ജോലികൾ ചെയ്യുന്നതിനനുസരിച്ച് തീവ്രത കുറഞ്ഞു വരുന്നതായിട്ടും കാണാറുണ്ട്. അമിതവണ്ണം, സ്ട്രെസ്, ടെൻഷൻ തുടങ്ങിയ കണ്ടീഷനിലും നടുവേദന കാണിക്കാറുണ്ട്. കിഡ്നി സ്റ്റോൺസ്, കിഡ്നിയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, ചില ഗൈനക്കോളജിക്കൽ കണ്ടീഷൻസ്, അതായത് ഗർഭാശയ മുഴ, ഗർഭാശയത്തിൽ ഉണ്ടാവുന്ന അണുബാധ, ചില സ്ത്രീകളിൽ ആർത്തവ സമയത്തും ഈ ഒരു ബാക്ക് പെയിൻ കാണപ്പെടാറുണ്ട്. അപൂർവമായിട്ട് സ്പൈനിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന തരത്തിലുള്ള മാലിഗ്നന്റ് ട്യൂമേഴ്സ് കണ്ടീഷൻസ് അഥവാ ക്യാൻസർ ഇഷ്യൂസിലും ബാക്ക് പെയിൻ കാണപ്പെടാറുണ്ട്. അതിനാൽ നടുവേദനയുടെ കാരണം കൃത്യമായി ഒരു ഡോക്ടറുടെ സഹായത്തോടെ ഡയഗ്നോസ് ചെയ്തുകൊണ്ട് ചികിത്സ തേടേണ്ടതാണ്.